ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് സഹായമേകുന്ന ഭരണകൂടങ്ങൾക്ക് മൻ കി ബാത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേനൽക്കാലത്ത് ജലസംരക്ഷണം ഊർജിതമാക്കണമെന്ന് പ്രധാനമന്ത്രി. ലക്ഷദ്വീപിലെ മത്സ്യസംസ്കരണ യൂണിറ്റിനെക്കുറിച്ചും പരാമർശം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജമേകാൻ താരപ്രചാരക രംഗത്ത്. എൻഡിഎയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാടും തൃശൂരും പ്രചാരണത്തിനെത്തും. എൽഡിഎഫിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മലപ്പുറത്ത്. യുഡിഎഫിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ കോട്ടയത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ ജീവിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന ഭരണകൂടങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 132ാം പതിപ്പിൽ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് മഹാമാരിയെ തരണം ചെയ്തതുപോലെ ഈ പ്രതിസന്ധിയെയും ഒറ്റക്കെട്ടായി തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പെട്രോൾ, ഡീസൽ ലഭ്യതയിൽ ലോകമെമ്പാടും പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും അതിനെ നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. വെല്ലുവിളികളുടെ ഈ കാലഘട്ടത്തിൽ വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. जिस क्षेत्र में अभी युद्ध चल रहा है वह क्षेत्र हमारी ऊर्जा आवश्यकताओं का बड़ा केंद्र है. इसकी वजह से दुनिया भर में पेट्रोल और डीजल को लेकर संकट की स्थिति बनती जा रही है. हमारे वैश्विक संबंध, अलग अलग देशों से मिल रहा सहयोग, इनकी वजह से भारत इन परिस्थितियों का डटकर मुकाबला कर रहा है. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവതി യുവാക്കളുള്ള രാജ്യം ഭാരതമാണെന്നും രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ മേര യുവഭാരത് സംഘാതൻ വഹിക്കുന്ന പങ്കിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റിനെക്കുറിച്ച് അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ക്വിസിനെ തുടർന്ന് നടന്ന ഉപന്യാസ മത്സരത്തിൽ യുവാക്കൾ പങ്കുവച്ച ആശയങ്ങൾ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കായിക രംഗത്ത് രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. T20 ലോകകപ്പിലെ രാജ്യത്തിന്റെ കിരീട നേട്ടത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 7 പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം ജമ്മുകശ്മീർ ടീം ആദ്യത്തെ രഞ്ജി ട്രോഫി കിരീടം നേടിയതും പ്രധാനമന്ത്രി പരാമർശിച്ചു. കായിക രംഗത്തേക്കുള്ള സ്ത്രീകളുടെ പങ്കാളിത്തത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. വേനൽക്കാലം ആരംഭിച്ചതോടെ ജലസംരക്ഷണം ഊർജിതമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ ജലസംരക്ഷണം വ്യാപകമാക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. गर्मियों की शुरुआत हो चुकी है, यानी ये समय जल संरक्षण के अपने संकल्प को फिर से दोहराने का है. देश भर में करीब 50 लाख आर्टिफिशियल वाटर हार्वेस्टिंग स्ट्रक्चर बनाए गए हैं. मुझे देखकर अच्छा लगता है कि अब जल संकट से निपटने के लिए गांव-गांव में सामुदायिक स्तर पर प्रयास होने लगे हैं. മത്സ്യത്തൊഴിലാളികൾ കടലിന്റെ യോദ്ധാക്കളും സ്വയം പര്യാപ്ത ഇന്ത്യയുടെ ശക്തമായ അടിത്തറയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവർ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മത്സ്യ സംസ്കരണ യൂണിറ്റിലൂടെ ഈ രംഗത്ത് ശ്രദ്ധേയയായ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിന്നുള്ള ഹാവ ഗുൽസാറിനെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. അവരുടെ ജീവിതം അമ്മമാരുടെയും സഹോദരിമാരുടെയും അത്ഭുതകരമായ ദൃഢനിശ്ചയത്തെ എടുത്തുകാണിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ശാരീരിക ക്ഷമതയിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രധാനമന്ത്രി. പഞ്ചസാരയുടെയും പാചക എണ്ണയുടെയും ഉപയോഗം കുറയ്ക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ ശ്രമങ്ങൾ അമിതവണ്ണത്തിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള താരപ്രചാരകർ സംസ്ഥാനത്ത് പ്രചാരണത്തിനുണ്ട്. എൻഡിഎയ്ക്കായി മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദി ഇന്ന് സംസ്ഥാനത്തെത്തും. പാലക്കാടും തൃശൂരും തെരഞ്ഞെടുപ്പ് റാലികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉച്ചയ്ക്ക് പാലക്കാട് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോട്ടമൈതാനത്ത് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളുമായി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഹെലികോപ്റ്ററിൽ മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം കോട്ടമൈതാനത്തെ സമ്മേളന വേദിയിലെത്തും. വഴിയിൽ മിഷൻ സ്കൂൾ ജംഗ്ഷൻ മുതൽ SBI ജംഗ്ഷൻ വരെ പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും. കോട്ടമൈതാനത്തെ പരിപാടിയിൽ ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളും മുന്നണി നേതാക്കളും പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ജില്ലയിലെ LDF തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പ്രസംഗിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP ഇന്ന് UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോങ്ങാട് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷാ വലയത്തിലാണ് തൃശൂർ നഗരം. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം, ബോംബ് സ്ക്വാഡ്, അഗ്നിരക്ഷാ സേനയുടെ നിരവധി യൂണിറ്റുകൾ എന്നിവ അടക്കം പഴുതടച്ച സുരക്ഷയാണ് തൃശൂരിൽ ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപാഡിലിറങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്ന ജില്ലാ ആശുപത്രി പ്രദേശത്തെത്തും. ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും 50,000-ത്തിലധികം പ്രവർത്തകരും പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ അണിനിരക്കുമെന്ന് BJP ജില്ലാ നേതൃത്വം അറിയിച്ചു. LDF-നായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മലപ്പുറം ജില്ലയിൽ പ്രചാരണത്തിന് പങ്കെടുക്കുന്നു. 4 LDF റാലികളിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യും. തിരൂർ, പൊന്നാനി, തവനൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലാണ് റാലി നടക്കുക. LDF സ്ഥാനാർത്ഥിക്കായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് കോട്ടയത്ത് പ്രചാരണത്തിനുണ്ട്. UDF-നായി ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി നാളെ കോട്ടയത്തെത്തും. പാമ്പാടി ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ, 40%-ത്തിലധികം ഭിന്നശേഷിയുള്ളവർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിനാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏപ്രിൽ 5 വരെ ഉദ്യോഗസ്ഥർ അപേക്ഷകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തും. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശന സ്മരണകൾ ഉയർത്തി ഇന്ന് ഓശാന ഞായർ. ദേവാലയങ്ങളിൽ കുരുത്തോലകൾ കൈയിലേന്തി വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ ഓശാനയോടനുബന്ധിച്ച് പ്രത്യേക പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന എന്നീ ശുശ്രൂഷകൾ നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ചടങ്ങുകളിൽ മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി. കണ്ണൂരിലെ മുണ്ടാനൂർ അൽഫോൺസ ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ മാണി അട്ടേൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി സെയിന്റ് ജോൺ മരിയാവിയാനി പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് തേനമാക്കൽ കാർമ്മികത്വം വഹിച്ചു. വരയാടുകളുടെ പ്രജനനകാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനം ബുധനാഴ്ച തുറക്കും. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ഉദ്യാനം തുറന്നാലുടൻ വരയാടുകളുടെ വാർഷിക കണക്കെടുപ്പ് ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വരയാടുകളുടെ പ്രജനനകാലത്തോടനുബന്ധിച്ച് ജനുവരി 31 അടച്ച ഇരവികുളം ദേശീയോദ്യാനം ഏപ്രിൽ 1 മുതൽ സന്ദർശകർക്കായി തുറന്നു കൊടുക്കും. പുതുതായി പിറന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്രജനനം സുഗമമാക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിടാറുള്ളത്. പാർക്ക് തുറന്നാലുടൻ വരയാടുകളുടെ പുതിയ കണക്കെടുപ്പ് നടക്കും. ഇതിനുശേഷമേ പുതുതായി ജനിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാകൂ. മധ്യവേനൽ അവധി ആരംഭിക്കുന്നതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണങ്ങളാണ് വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. UAE, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലുടനീളമുള്ള പ്രതിരോധ സേനകൾ അതീവ ജാഗ്രതയിലാണ്. ഇറാനിലെ 2 പ്രധാന സ്റ്റീൽ പ്ലാന്റുകൾക്ക് നേരെ മുൻപ് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇറാനും പ്രത്യാക്രമണം കടുപ്പിച്ചത്. അബുദാബിയിലെ അൽ തവീല ഉൽപാദന കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം സ്ഥിരീകരിച്ചു. അതേസമയം ആക്രമണത്തിൽ തങ്ങളുടെ 2 തൊഴിലാളികൾക്ക് നേരിയ പരിക്കേറ്റതായി അലുമിനിയം ബഹ്റൈൻ വ്യക്തമാക്കി. ടെഹ്റാൻ നഗരത്തിലെ ഇറാന്റെ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യാപകമായ ആക്രമണം നടത്തുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് സഹായമേകുന്ന ഭരണകൂടങ്ങൾക്ക് മൻ കി ബാത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേനൽക്കാലത്ത് ജലസംരക്ഷണം ഊർജിതമാക്കണമെന്ന പ്രധാനമന്ത്രി ലക്ഷദ്വീപിലെ മത്സ്യ സംസ്കരണ യൂണിറ്റിനെക്കുറിച്ചും പരാമർശം.
സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഊർജ്ജമേകാൻ താരപ്രചാരകർ രംഗത്ത്. എൻഡിഎയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാടും തൃശൂരും പ്രചാരണത്തിനെത്തും. എൽഡിഎഫിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മലപ്പുറത്ത്. യുഡിഎഫിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ കോട്ടയത്ത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. സംസ്ഥാനത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.